ഹായ്, ചേന വെച്ചിട്ട് മുളകശ്യം വെക്കാമേ. ഇതൊരു ഒഴിച്ചു കറിയാണ് കേട്ടോ. ചേന ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ വെള്ളത്തിലിട്ട് നല്ലപോലെ കഴുകിയെടുക്കണം. കൈ വെച്ചൊന്ന് ഞെരടി കഴുകല് കൈ ചൊറിയാൻ തുടങ്ങും. ഇപ്പോൾ തവി വെച്ച് ഇളക്കി കഴുകിയാൽ മതി. എന്നിട്ട് ഞാൻ ഇപ്പോൾ എടുത്ത അത്രയും വെള്ളം, ഒരു 2 കപ്പ് വെള്ളവും ആ ചേനയും ശകലം മഞ്ഞൾപ്പൊടി ഉപ്പൂടിട്ട് നല്ല വെട്ടി തിളയ്ക്കണം. ചേന വേവണം. എന്നിട്ടത് മാറ്റി വെക്കാം. ഒരു 10-15 കൊച്ചുള്ളി രണ്ടായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് ശകലം വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടി കഴിയുമ്പോൾ വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് ഇതിനകത്തോട്ട് കൊച്ചുള്ളിയും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ സോട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഒരുപാട് അങ്ങ് വഴട്ടിയെടുക്കണ്ട. ഒന്ന് സോട്ട് ചെയ്ത് കഴിഞ്ഞ് ആവശ്യമായിട്ടുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുക്കണം. ചേനയ്ക്കകത്ത് ഉപ്പിട്ടുകൊണ്ട് അത് നോക്കിയിട്ടിടണം. പിന്നെ അത് കഴിഞ്ഞ് ഇതിനകത്ത് പൊടികൾ ആഡ് ചെയ്യുമ്പോൾ കുരുമുളക് പൊടിയുടെ ടേസ്റ്റ് ഈ കറിക്ക് കൂടി നിൽക്കണം. അപ്പം മുളക് പൊടി കുറച്ച്, 1/2 സ്പൂണ് മുളക് പൊടി, പിന്നെ 1 സ്പൂണ് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ശകലം, ചെറിയ സ്പൂണ്, പിന്നെ ഉലുവാപ്പൊടിയും കുരുമുളക് പൊടി ഇത്രയും ചേർത്ത് നല്ലപോലെ ഇളക്കി പച്ചമണം മാറുമ്പോൾ വേവിച്ച് വെച്ച ചേനയും തിളപ്പിച്ച വെള്ളവും കൂടെ ചേർത്ത് കൊടുത്ത് ആവശ്യമായിട്ടുള്ള ഉപ്പൂടെ നോക്കണം. എന്നിട്ട് ഇതിനകത്തോട്ട് ചെറിയ 2 കഷ്ണം തോട്ടുപുളിയും കൂടെ ഇട്ട് കൊടുക്കുവേ. എന്നിട്ട് ഇത് നല്ല നമ്മൾ ഈ ഒഴിച്ച വെള്ളം വറ്റി വരണം. ഇച്ചിരി കുഴമ്പ് പരുവത്തിന് വരണം. അപ്പോൾ ഇത് നല്ല വറ്റിച്ച് നമ്മൾ എടുക്കണം. അപ്പോൾ ഇത് നല്ല വറ്റിച്ചെടുത്ത് കഴിയുമ്പോൾ നമ്മുടെ ചേന മുളകശ്യം റെഡിയാണേ. എന്നിട്ട് ഇതിന് എരിവ് കൂടുതൽ വേണ്ടവർക്ക് ഇച്ചിരി കൂടെ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാമേ. ഇത് നല്ല കുഴമ്പ് പരുവത്തിനിരുന്നാലേ ഇത് കൊള്ളാവേ. വെള്ളം നല്ല വറ്റിച്ചെടുക്കണം. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവരും. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. ചാനലിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണേ. ബൈ.